നമസ്കാരം. ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മുടെ രാധ ചേച്ചീനെ കടുവ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്, ഞാനിപ്പോൾ ഇവിടെ എത്തിയപാടെ അറിയാനായിട്ട് സാധിച്ചത്, ഒരു RRT സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. ആളെ ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രദേശത്ത് വെയിറ്റിംഗാണ്. ഏതായാലും നമ്മളിനി ഇപ്പോൾ കാണാൻ പോകുന്നത് ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് ഇവിടെ കണ്ട സംഭവവികാസങ്ങളായിരിക്കും കേട്ടോ. ഏതായാലും നമുക്ക് വഴിയെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. പരിക്കേറ്റ RRT അംഗത്തിനെ കൊണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ആശുപത്രിയിലേക്കുള്ള വണ്ടി വരുന്ന രംഗമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും. കാരണം കൃത്യം 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് രാധ എന്ന് പറഞ്ഞ ആ ചേച്ചിയെ കടുവ അതിക്രൂരമായി ഇവിടെ കൊലപ്പെടുത്തിയത്. അപ്പോൾ വീണ്ടും ഒരാൾക്കും കൂടെ ഇതേ കടുവയുടെ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് കൈയുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പരിക്കേറ്റത്. കടുവയുടെ മാന്തലോ അങ്ങനെ എന്തോ സംഭവം കൊള്ളുകയായിരുന്നു. ഏതായാലും വലിയ ഗുരുതര പരിക്കല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള വിവരം അറിയാൻ പോകുന്നുള്ളൂ. അത് നമ്മൾ അറിയുവാണെങ്കിൽ വഴിയെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഏതായാലും തെരച്ചിൽ സംഘത്തിലെ ഒരാൾക്കാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. തിരിച്ചുകൊല്ലാന്നുള്ളത് ഞങ്ങളെ ആവശ്യമാണ്. വെടിവെച്ചതായിട്ടൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. ആളിന് ചെറിയൊരു ഇതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു സംഭവമല്ല. നമ്മളെ വെറുതെ കഴിവാക്കുക, ഇത്രയും ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കുക. എന്നിട്ട് ഓരോതാ ഒരു വണ്ടിയിൽ ലൈറ്റ് വിട്ട് ഊന്നറിഞ്ഞു പോയി. എന്നാ അവിടുന്നെങ്കിലും ഒരു ജനങ്ങളെ കാണിക്കണ്ട. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു രോഗിനെ കൊണ്ടുപോവാണ്. നമ്മളിവിടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. റോഡ് വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതും ഇതാക്കി കൊടുക്കുന്നു. എന്നാ പിന്നെ അതിനനുസരിച്ച് അവർ ചെയ്യണ്ടേ? ഒരു പോറലുണ്ടെങ്കിൽ നമുക്ക് കാണാലോ. നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കടുവേനെ ഇവർ ഏകദേശം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ്. നമുക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നേ ഉള്ളൂ. ഏതായാലും കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാവരും കടുവേനെ മയക്കൂടി വെച്ച് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഓപ്പറേഷനെ ബാധിക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിലുള്ള പരിക്ക് അദ്ദേഹത്തിനുണ്ടായില്ല. ഇപ്പോൾ എന്തായാലും ദൗത്യം താൽക്കാലികമായി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാകുവാണെങ്കിൽ നമുക്ക് അത് കാണിക്കാം. ഇപ്പോൾ വെറ്റിനറി ചീഫ് സർജൻ ഡോക്ടർ അരുൺ സക്രിയ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ RRT സംഘം പല ഗ്രൂപ്പുകളായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാടി വീഴുകയായിരുന്നു. നമ്മൾ ഇത്രയും നേരം അവിടെ മുകളിൽ ബംഗ്ലാവിൻ്റെ ആ ഒരു പ്രദേശത്തായിരുന്നു. അവിടെയാണ് സകല ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴെയുള്ള പ്രദേശത്തേക്ക് പോകുന്നിരിക്കുകയാണ്. അവിടെ മീഡിയാസിനോടൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ തൊട്ട് താഴെയുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു വഴിയാണ് രാധ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ഒരു ചേച്ചി ഈ ഒരു വഴിക്കാണ് നടന്ന് നമ്മൾ
കഴിഞ്ഞ ദിവസം എൻ്റെ ആ ഒരു ചേച്ചിയെ പിടിച്ച ആ ഒരു പ്രദേശത്തേക്ക് പോയത്. പക്ഷേ നമുക്ക് വണ്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഈ റോഡേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതിലെ ഷോർട്ട് വഴിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിലിനായിട്ട് കുമുക്കി ആനകളെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൊട്ട് മുന്നേ വിക്രം എന്നു പേരുള്ള കുമുക്കി ആനയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. തൊട്ട് പുറകെ തന്നെ കോന്നി സുരേന്ദ്രനെയും കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഇപ്പോൾ എനിക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കാണിച്ച ആ റോഡിൻ്റെ ഭാഗത്ത്, അതായത് അവിടെ ഞങ്ങളെല്ലാം തടിച്ചുകൂടി നിൽക്കുന്ന ആ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് കാണിച്ച ആ ഒരു റോഡുണ്ടല്ലോ, ആ റോഡ് നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇതാണ് ആ റോഡ്. ഇതിലെയാണ് നമ്മുടെ രാധ ചേച്ചി, അതായത് 2 ദിവസങ്ങൾക്ക് മുന്നേ കടുവയുടെ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധ ചേച്ചി നടന്നു പോയ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി കൂടെയാണ് പോയത്. അതായത് ഇതൊരു കുന്നിൻ ചെരിവാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ വളഞ്ഞു ചുറ്റി ചെല്ലുന്ന പ്രദേശത്തിൻ്റെ അങ്ങോട്ട് ഇതിലെ ഷോർട്ട് വഴിയുണ്ട്. ഇതാണ് ഈ കൊല്ലി ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു കൊല്ലിയുടെ വഴിയാണ്. ഇവിടെ നമുക്ക് ദൂരെ കാണാം. കാണുന്നൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വീടുകളും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇതിലൂടെ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഈ ഒരു പ്രദേശത്തു കൂടി ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴി കൂടെയാണ് നടന്നു പോയത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ്. നിങ്ങൾക്ക് ഈ പ്രദേശവാസികളല്ലേ? ഞാൻ ഈ വീട്ടിലുള്ളല്ലേ? അല്ലേ? അല്ല, അതെ. ഇപ്പം തൊട്ടടുത്തല്ലേ ഈ സംഭവം നടന്നേ? ആ, തൊട്ടടുത്ത ഇതന്നെ സംഭവം നടന്ന സ്ഥലം. അതെ. എന്താണ് ഇപ്പോഴത്തെ അവിടെ ഒരു അവസ്ഥയൊക്കെ? ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആനയും ഈ കാട്ടുമൃഗത്തിനോടുള്ള ശല്യം ഏത് സമയത്തും. ആനയും വരുന്നുണ്ടല്ലേ? ആനയുണ്ട്. ആണല്ലേ? ആനയുണ്ട്, പുലിയുണ്ട്. പുലിനിപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, അറിഞ്ഞല്ലോ. ഈ കടുവ ഞാൻ മുന്നേ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം വന്നറിയോ? ആണല്ലേ? ആ. പിന്നെ ഇപ്പം അതിനെ പിടിക്കുന്നതിനും വരെ സമാധാനം ഉണ്ടാവില്ലല്ലേ? നല്ല സമാധാനമുള്ളൂ. നമ്മളിതാ ഈ മലപ്രദേശങ്ങളൊക്കെ കാലും കന്നും പശുക്കളൊക്കെ മേച്ചിട്ട് നടക്കുന്നതല്ലേ, അതൊക്കെ ഇപ്പം മടങ്ങി പോയി. പശുവിനൊക്കെ ഇപ്പം എന്ത് ചെയ്യുക? ഇപ്പം ആലിട്ട് കെട്ടിട്ട് തീറ്റ കൊടുക്കും. അല്ലേ? ഇപ്പം തീറ്റ എവിടുന്ന്? എവിടെയെങ്കിലും പോയി ചെത്തിക്കൊണ്ടിരും. അടുത്ത പ്രദേശത്തൊക്കെ നമ്മൾ കണ്ടത്ത് അലബായിരുന്നു ആ കരവെട്ടുന്നൊക്കെ ചെത്തി. കാപ്പിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? കാപ്പി ഉള്ളതൊക്കെ പറിച്ചായിരുന്നല്ലേ? അത് കുരങ്ങിനെ കൊണ്ട് ശല്യം കൊണ്ട് ഭയങ്കര ശല്യം. അതുമില്ല, ഒറ്റ മണി വെക്കില്ല കുരങ്ങ്. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് അച്ചപ്പൻ. ഈ പ്രദേശത്ത് ഒത്തിരി അച്ചപ്പന്മാരുണ്ടല്ലോ. ഈ അടുത്ത് ഞങ്ങൾ കണ്ട പേരുകളൊക്കെ അച്ചപ്പൻ. ആ ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് അച്ചപ്പൻ അല്ലേ? അതെ, അത് നമ്മൾ മരുവനാ. ആണല്ലേ? നിങ്ങളൊക്കെ ബന്ധുക്കാരാ? നിങ്ങളൊക്കെ നേരിട്ട് പോയി കണ്ടായിരുന്നോ? അവിടെ പോയായിരുന്നോ? പോയില്ലേ? എന്ത് സ്ഥിതിയിലായിരുന്നു? നമ്മളൊക്കെ ഒന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്കത് നോക്കാനാവുന്നില്ല. കണ്ടത് എങ്ങനെയായാലും നോക്കാം. വല്ലാത്ത അവസ്ഥയായിരുന്നു അല്ലേ? വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയില്ല. മുഖമൊന്നും ഇല്ലായിരുന്നു? മുഖമില്ലാതൊക്കെ കടിച്ച് മാന്തി എല്ലാം പൊടിച്ചളിഞ്ഞല്ലേ? മുഖവും ഇല്ലല്ലേ? ഞാൻ ആദ്യം കേട്ടത് ഈ തലയുടെ പുറകുവശമാണ് കഴിച്ചതെന്നുള്ള രീതിയിലാണ്. പുറഭാഗമാണ് കഴിച്ചതെന്നാ. അല്ല, പുറകാലല്ല, മുഖമൊക്കെ പോയിട്ടുണ്ടല്ലേ? മുഖത്ത് പല്ല് മാത്രമേ ഉള്ളൂ, നമ്മളെ മുഖമൊന്നുമില്ലാന്ന്. അതുകൊണ്ടല്ലേ മക്കൾക്കൊന്നും കാണിക്കാത്ത. ഓ, പല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പിൽ ഭാഗത്ത് നമ്മളെ പല്ല് മാത്രമേ അങ്ങനെ. അതുകൊണ്ടാണ് മക്കൾക്ക് ആർക്കും അവർക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ആർക്കും അവർ കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ തന്നെ പൊത്തിലാക്കിട്ട് വന്നതല്ലേ. എന്ത് പറയാനാ, പണിക്ക് പോയി മക്കളല്ലേ തിരിച്ച് വീട് കയറാത്തത്. ഇങ്ങനൊന്നും ആരും ചെയ്യരുതേ. അത് സാധനത്തിന് ഓടെങ്കിലും വെച്ച് കണ്ടു കിട്ടിയെങ്കിൽ ഇവർക്ക് നമുക്ക് ജീവിക്കണ്ടേ? കാടെടുത്ത് ജീവിക്കുന്നവരല്ലേ. ഇന്നും ഇപ്പൊ ഒരാളെ കടുവ ആക്രമിച്ചിട്ടുണ്ട്. ഉണ്ട്, കാടന്മാർ തന്നെ ഒന്ന് പറഞ്ഞു കേട്ടത്.
കൊണ്ടുപോയില്ല ഇവിടൊക്കെ താമസം തുടങ്ങിയിട്ട് ഈ വീടും കുടിയും ഉണ്ടാക്കിയിട്ട് താമസം തുടങ്ങിയിട്ട് 100 വർഷത്തിന് മേലെയായി. 100 വർഷത്തിന് മേലെ. അന്നേരം ഒന്ന് ഇതിനെക്കാട്ടും പല ശല്യങ്ങളുണ്ട്. ഒന്നും ദ്രോഹിക്കലില്ല. നമുക്ക് കാട്ടോട് നടക്കുന്നതിനും എല്ലാത്തിനും ഇപ്പോഴല്ലേ ഇതൊക്കെ ആദ്യമായിട്ട് വന്ന സംഭവമാണ്. നമ്മൾ ജന്മത്തിൽ കാണാനുള്ളത് ആദ്യമായിട്ട് വന്ന സംഭവമാണ്. ഈ അവസാനത്തെ കാലത്തൊക്കെ കാണേണ്ടി വന്നല്ലോ അല്ലേ? ആ, ലാസ്റ്റ് വരുമ്പോൾ ഇതൊക്കെ കാണേണ്ടി വന്നു. നമ്മൾ 70-72 വയസ്സായി. എന്താ ചേച്ചി? അല്ല, നമ്മളൊക്കെ ഇത്ര പ്രായമായി, ഇനി നമ്മളുടെ മക്കൾക്ക് ജീവിക്കണ്ടേ, അതാണ് കരുന്നത്. അതാണ് സഹിച്ചുകൂടാ. നമ്മളെന്തായാലും കാട് എടുത്ത് പോർച്ച കാടിന്റെ അടുത്ത് നമുക്ക് എപ്പോഴും കാട്ടിൽ പരിമാറണ്ടേ. ഒരു കൊള്ളി വറവ് കിട്ടണമെങ്കിൽ നമുക്ക് കാട് കയറണ്ടേ. അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ കാട്ടിലും പോക്കുണ്ടാവില്ല, നമ്മളെന്താക്കാനാ? അല്ലാത്തും പോക്കുണ്ടാവില്ല. അവസ്ഥ ആയി. പിടിക്കാൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ അല്ലേ? എങ്ങനെയെങ്കിലും പിടിയിൽപ്പെട്ട മതിയായിരുന്നു. പിടിപ്പെട്ടല്ല, ഓനെ കൊല്ലണമെന്ന് ഞാൻ പറയുന്നത്. കൊല്ലാതെ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ വനവകുപ്പിൻ്റെ നിയമം അങ്ങനല്ലല്ലോ. എങ്ങനെ ആയാലും പോയിട്ടില്ല. നമ്മൾ ഈ സിറ്റിയിൽ ഇല്ലാണ്ടിരുന്നു പോയി, പിടിച്ചിട്ട് കൊണ്ടുപോയി പോയി. പറയാന്ന് വെച്ചാൽ പറഞ്ഞല്ല, ഇതിന് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് ഒഴിവായിക്കോട്ടെ നമുക്ക്. അതാണ് നമുക്ക് ഏറ്റവും മെയിൻ പ്രശ്നം. ആ, എന്ന് വെച്ചാൽ കുട്ടികളും മക്കളും പെണ്ണുങ്ങളും എല്ലാം കൂടി കാട്ടും ഒക്കെ നടക്കുന്നതാണ്. അത്യാവശ്യം പറകിന് മറ്റും മറിച്ചൊക്കെ ചുള്ളി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നടക്കുന്നതല്ലേ. ചുറ്റുഭാഗത നല്ല മറ്റേ ഇത് റോഡും ഉണ്ട് ഉള്ളൂടെ, കാട്ടു റോഡ്. ആനയുടെ ശല്യം വേറെ അല്ലേ? ആനയുടെ ശല്യം വേറെ. ആനന്റെ ശല്യം വേറെ. കാട്ടി ശല്യാണെങ്കിൽ കൃഷികൾ ഉണ്ടാക്കിയാലൊന്നും കിട്ടലുണ്ടാവില്ല. കാട്ടി കാട്ടുപോത്തുകൾ. നിങ്ങളുടെ പട്ടികളൊക്കെ എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പട്ടീനെയൊക്കെ? ഇല്ല. ആകെ 2 പട്ടുണ്ട്. ഇതാകണം ഇതിൻ്റെ ഒറ്റ ഉറപ്പാ. എന്തെങ്കിലും സാധനം വന്നെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അറിയിക്കും, കൊരിക്കും. അങ്ങനെ അറിയിക്കൂലേ? അല്ല, ഇന്നലെ അവിടുത്തെ ഒരു വീട്ടിലെ പട്ടീനെ പിടിച്ചെന്ന് പറഞ്ഞാന്നേ. ഇതിന് കിട്ടുന്നില്ല. ഇത് അത്രയും നല്ല വിളവ് അടിച്ചുകൊണ്ടാ. പെട്ടെന്ന് അതിൻ്റെ വാസന അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി അടുക്കില്ല, വേഗം കുരച്ചു. അപ്പം നമ്മൾ പുറപ്പെട്ടിട്ട് ഒച്ച എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇത് തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും പറയുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുകയാണ്. ആരും വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല. അവരുടെ ദിവസം വീട്ടിൽ പുറത്തിറങ്ങിക്കൂടാ. അതെ, എല്ലാ ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പശുവിനെ വളർത്തുന്നവർക്ക് പശുവിന് തീറ്റ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ ആടും മറ്റ് ജീവികളും ഒക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാപ്പി പറിക്കുന്ന സമയമാണ്. കാപ്പി പറിക്കാനായിട്ട് ഇപ്പോൾ പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രാധ എന്ന് പറഞ്ഞ ചേച്ചിയെ കടുവ പിടിച്ചതും ഇതേപോലെ കാപ്പി പറിക്കാനായിട്ട് പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കാപ്പി പറിക്കാനായിട്ട് പോകുന്ന തൊഴിലാളികളൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എന്ത് വിശ്വസിച്ചാണ് ഇപ്പോൾ കാപ്പിത്തോട്ടത്തിലേക്ക് പോകേണ്ടതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും. ഒരു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. ഇവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ ഉണ്ട് എത്ര ക്രൂരമായിട്ടാണ്. ഭയങ്കര പേടിയല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട പോലെയൊന്നും അല്ല, അതിലും ഭീകരമായിട്ടാണ് ആ ചേച്ചിയെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കേട്ടത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ നേരിട്ട് പോയി കണ്ട ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കോന്നി സുരേന്ദ്രനെ ഈ ഒരു ദൗത്യത്തിനായിട്ട് എത്തിക്കുന്ന കാഴ്ച കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവിടെ ഒരു കുളമുണ്ട് മനസ്സാ ആ കുളത്തിന് കുടിച്ചൂടെ ഇല്ല വെള്ളമല്ലാടെ മുക്കിയെടുക്കണ ആ വേസ്റ്റട വെള്ളം നല്ല വെള്ളം കുടിക്കട്ടെ. അതുപോലെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മിനിസ്റ്റർമാർ ഇവിടെ വരുന്നുണ്ട്. വനമന്ത്രിയും അതുപോലെ തന്നെ മിനിസ്റ്റർ OR കേളും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ വഴി തടയാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് നമുക്ക് ഇത് കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരുടെ പ്രതിഷേധം അറിയിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. അതിൽ നമുക്ക് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പോലീസ് തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഹലോ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പോലീസുകാരെയാണ്, നൂറുകണക്കിന് പോലീസുകാരെയാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ കടുവേനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഉന്നതതല യോഗം തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. നമ്മളിവിടെ ഇരിക്കുന്നതിനുള്ള ഈ ഒരു കാരണം വന്നത് സംസ്ഥാന ക്യാബിനറ്റ് അംഗം ബഹുമാനായ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം നടത്തിയ 2 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന്, ഈ നമ്മുടെ രാധ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ കടുവ കടിച്ചു കൊന്നത് കാടിനകത്ത് വെച്ചാണെന്നാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ആ വിവരം അദ്ദേഹം എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? രണ്ടാമത്, ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാണ് അദ്ദേഹത്തോട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്? ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിലും വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ മാത്രമാണ്. ആ മനുഷ്യൻ എന്നുള്ള ഒറ്റ വികാരത്തിൽ ഇരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്ന, പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്ന സമീപനമാണ് ബഹുമാനായ വനം വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോ ഈ മരണ വീട് സന്ദർശിക്കാൻ വേണ്ടി വരിക. ഞങ്ങൾ പറഞ്ഞു അത് സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം. അതിലൊന്നും ഒരു തരത്തിലുമുള്ള തടസ്സവാദങ്ങളുമായിട്ടല്ല ഈ നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അടിസ്ഥാനരഹിതമായി ഒരു ക്യാബിനറ്റ് അംഗത്തിന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല, കൃത്യമായി പഠിച്ചിട്ടായിരിക്കണം ഒരു ക്യാബിനറ്റ് അംഗം ഒരു മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയേണ്ടത്. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ചെയ്യേണ്ടത്. ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിച്ചാൽ മതി.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൻ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ AK ശശീന്ദ്രനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം തടഞ്ഞ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ പറ. എന്തിനാ വഴിയെടുക്കുന്നത്? സാർ പോയിക്കൂടെ? എന്തിനാ വഴിയെടുക്കുന്നത്? ചേട്ടാ മൈക്രോവേറ്റർ കുറെ ഉണ്ടായിരുന്നു. അവരെന്തായാലും മന്ത്രിയുമായി നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെയും മനസ്സിലാക്കിയുള്ളതുപോലെയും വളരെ ക്രൂരമായ അത്തരമൊരു ദാരുണ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. സാധാരണ ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയാണുണ്ട്. അത് സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം രോഷപ്രകടനമായി മാറും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇവിടെയും സംഭവിച്ചു. ഏതോ മാധ്യമം ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൗർഭാഗ്യമായി ഞാൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF-ന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമാണ്, ഇവിടെ പറയേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സമരത്തെ നിന്നെല്ലാം മാധ്യമ സുഹൃത്തുക്കളും എല്ലാം അറിയാലോ,
നേരത്തെ ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ ആരുടെ പക്ഷത്തായിരുന്നു? ഞാൻ ഇന്നേ വരെ ഒരു സമരത്തെ പ്രതിഷേധ സമരം ചെയ്ത സമരമല്ല. ഏത് കാര്യത്തിലുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറയില്ല. അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതിലൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കത് പറയാൻ കഴിയില്ല, ഞാൻ ശീലിച്ചതല്ല. ഇവിടുത്തെ പഴയ ആളുകളോട് ചോദിച്ചാൽ എന്റെ ശീലം നിങ്ങൾക്ക് മനസ്സിലാക്കി. മറ്റൊന്ന് ഈ കടുവയുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ്, സ്വാഭാവികമായ ജലദോഷമുണ്ടായി. ഈ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു ഉൾപ്പെടെ ഇവിടെ വന്നു പലവട്ടം സംസാരിച്ചു. പലവട്ടം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തി. ആ ധാരണ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് വനം വകുപ്പുമായും ഡിപ്പാർട്ട്മെന്റുമായും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി. ഞാനിവിടെ വെറുതെ വന്ന് ഇവിടുത്തെ DFOനെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ചർച്ച നടത്തണം. ഇവിടെ വന്നപ്പോലല്ലോ ശരി, ഇവിടെ വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം ഉണ്ടാക്കുന്നതിലേക്കായി രാവിലെ ചർച്ച നടത്തി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു. ആവശ്യങ്ങളിൽ ഒന്നും അവസാനത്തേതുമായ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ കടുവയെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു ആവശ്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് അതിന് ധാരാളം നിയമപ്രശ്നങ്ങളുള്ള പ്രശ്നമാണ്. ഞങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇതെന്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറിയുമായി, അഡ്വക്കേറ്റ് ജനറലുമായി, ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ രംഗത്ത് വിദഗ്ധ അഭിപ്രായം തരേണ്ട എല്ലാവരുമായും വീഡിയോ കോൺഫറൻസിലൂടെ അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ്. ഏറ്റവും ഒടുവിൽ അരുൺ സെക്രട്ടറിയോടാണ് അഭിപ്രായം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, തുടർച്ചയായി അക്രമത കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത്. ആ വീട്ടുകാരെ കണ്ടപ്പോൾ വലിയ പ്രയാസമായി പോയി. അതുകൊണ്ട് അന്നേരം എനിക്കൊരു മൂഡൌട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അന്നേരം ഒന്നും പറയാതിരുന്നത്. അതിനത് ആരായാലും പിന്നെ ഞാനൊരു മനുഷ്യനല്ലടോ, ആ ഒരു വിഷയം എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്, എൻ്റെ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പുകൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുമോ എന്ന് ഞാൻ പരിശോധിക്കും. 29-ാം തീയതി ഒന്നുകിൽ വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വീണ്ടും ആലോചനാ യോഗങ്ങൾ നടത്തി ആ യോഗത്തിലൂടെ ഫോളോ അപ്പ് നടത്തി മോണിറ്റർ ചെയ്യണം, ചെയ്യുന്നുണ്ടോ ഇല്ലയോ. തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ചു പോയാൽ പോരല്ലോ, തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെയ്യണം. ഇങ്ങനെയൊരു ഉത്തരവ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിലുള്ള ഒരു സംഭവത്തെ ജനകീയ പ്രശ്നമാക്കി കണ്ടുകൊണ്ട് ആ ജനകീയ പ്രശ്നത്തിന് പരിഹാരമാകാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാരിന്റെ ആ ഉദ്ദേശശുദ്ധി, അതിന്റെ അർത്ഥത്തിൽ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങൾ ഈ കാണിക്കുന്ന ധൃതി ആ കാര്യത്തിൽ കൂടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടുകാർ അവർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകും. മിനിസ്റ്റർ, ഇത് DDMA ആക്ട് അനുസരിച്ചായിരിക്കും ഈ ഉത്തരവ്? അങ്ങനെ ഒരു തീരുമാനമാണുള്ളത്? വേണ്ട. വൈൽഡ് ലൈഫ് ആക്ട് തുടർച്ചയായി കുഴപ്പമുണ്ടാക്കുന്ന വന്യജീവികളെ ഉപദ്രവകാരികളായ വന്യജീവിയായി പ്രഖ്യാപിച്ചാൽ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. വൈൽഡ് ലൈഫ് ആക്ട് തന്നെ. കാട്ടിന് പുറത്താണ്, കാട്ടിനകത്താണ്. നമ്മളിതെല്ലാ മരണങ്ങളെയും കാട്ടിന് പുറത്ത് എന്നുള്ള നിലക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാട്ടിന് പുറത്താകുമ്പോൾ അത് കൊല്ലാതെ ഒരു ഉപദേശം കിട്ടിയില്ല. കോടതിയിൽ വരുന്നവരട്ടെ, അത് കോടതിയിൽ വന്നേരം നോക്കാനോ. നമ്മൾ അത് വിചാരിച്ചിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെന്ന് ചിലർ പറഞ്ഞു കോടതിയിലേക്ക് വരും. കാരണം നിങ്ങൾക്കെല്ലാം പറയുന്നത് ഇവിടെ വന്യജീവി സ്നേഹികളും സ്നേഹിതന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. ആ സ്നേഹിതന്മാരുടെ കോടതി പോയാണ് നമ്മൾ ഈ സ്ഥിതിയിലെത്തിയത്. പന്നീനെ വെടിവെക്കണമെങ്കിൽ അത് ഗർഭിണിയാണോ നോക്കണമെന്ന് പറഞ്ഞ കോടതിയാണ്. ഗർഭിണിയാ നോക്കിയിട്ട് ഉറപ്പുവരുത്താൻ എങ്ങനെ സാധിക്കും? എന്നിട്ട് ഇപ്പോൾ വെടിവെക്ക്. അതുകൊണ്ട് നമ്മൾ കോടതിയെ കുറിച്ച് വിമർശിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ചിലപ്പോൾ തെറ്റ് പറഞ്ഞു പോയില്ല. നമ്മൾ ഒരു വിഷമമൊക്കെ വരുമ്പോൾ അത്രയേ ഉള്ളൂ.
നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഈ നാട്ടിൽ പ്രത്യേകിച്ചും ആ കുടുംബത്തിന്റെ താൽക്കാലിക ജോലിയാണിന്ന് ആ ഉത്തരവ് ഇന്ന് കൊടുത്തു. ആ നിലക്ക് സ്വാന്തനിപ്പിക്കാൻ ഇവിടുത്തെ എല്ലാ പൊതുസമൂഹവും ഉണ്ടാവും. ഇതൊരു വീടിന്റെ ആവശ്യമല്ല, ഒരു നാടിന്റെ ആവശ്യമാണ്. ആ നിലയിൽ തന്നെ ഞങ്ങൾ അതിനെ കാണും. സാർ വനമേഖലയിൽ വെച്ചാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നത്, അങ്ങനെ ഒരു തെറ്റായ വിവരമായിരുന്നു. എനിക്ക് ഫോണിൽ അല്ല, അതെന്നോട് ആരാ പറഞ്ഞതറിയോ? നിങ്ങളുടെ വന്നത് എനിയൊരു റിപ്പോർട്ടർ വിളിച്ചിട്ടാ പറഞ്ഞു ഇങ്ങനെ ഒന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഞാനത് നോക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ എന്നാണ് എന്ത് ചെയ്തതെന്ന് നിങ്ങൾ പറയും. ഒന്ന് കണക്ട് ചെയ്ത് വിട്ടത്. ഈ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അയാൾ പറഞ്ഞ വിവരമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു സാർ ഞാൻ കണക്ട് ചെയ്യാം. ഇപ്പൊ ഇവരൊക്കെ പണിയാണ്. അതൊന്നും പിന്നെ അവരൊരു ജോലിയിൽ ഭാഗമാകും. ഞാനും അതും വളരെ അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി. എന്തിനാ നമ്മൾ ഒരാളോട് വെറുതെ പിന്നെ വെള്ളം പിടിക്കാൻ പോകുന്നത്? ഒരു കാര്യമില്ലാതെ ആരോഗ്യത്തിന് മോശം. വെള്ളം പിടിക്കാതിരുന്ന നല്ല ആരോഗ്യം. ഏതായാലും നമ്മളിന്ന് കുറേ വിഷ്വൽസ് നമ്മളിന്ന് കണ്ടു. വനമന്ത്രി AK ശശീന്ദ്രൻ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് നമ്മുടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധചേച്ചിയുടെ വീട് സന്ദർശിക്കാനായിട്ട് അവരുടെ ബന്ധുക്കാരെയൊക്കെ സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ തൊട്ടു മുന്നേ കണ്ടത്. വലിയ പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും പോലീസൊക്കെ സംയമനം പാലിച്ച് വളരെ എന്താ പറയുക, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊന്നും കൊണ്ടാകാതെ കുറച്ച് സമയം എടുത്തിട്ടാണേലും ആ ഒരു സന്ദർശനമൊക്കെ നടത്തി അദ്ദേഹം ഇവിടെ പ്രിയദർശിനി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോയി അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഏതായാലും അവസാനം പറഞ്ഞ ആ കാര്യത്തിൽ 100% സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ആ ചേച്ചീനെ ഏത് തരത്തിലാണ് കടുവ കൊന്നു തിന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം ഇന്ന് ആ ഒരു സംഭവം നടന്ന് ആ പ്രദേശത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു വീട്ടിലുള്ള ഒരു പ്രായമായ ഒരു ചേട്ടൻ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി. മുഖവും ഒന്നും ഇല്ലായിരുന്നു, പല്ല് മാത്രമേ കാണാനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരവസ്ഥയായിരിക്കും ആ കണ്ട ആളുകൾക്കും അതുപോലെ തന്നെ ആ വീട്ടുകാർക്കും. അതുകൊണ്ട് തന്നെയാണ് പെട്ടി തുറക്കാത്തതും പൊട്ടി തുറക്കാതെ സംസ്കാര ശുശ്രൂഷകളൊക്കെ നടത്തിയതും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഏതായാലും ആ ഒരു നരഭോജി കടുവയെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച്, അതായത് മനുഷ്യർക്ക് ദോഷമാകുന്ന ഒരു ആനിമൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഗണത്തിൽപ്പെടുത്തി അതിനെ കൊല്ലാനായിട്ടുള്ള, വെടിവെച്ച് കൊല്ലാനുള്ള, ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നമ്മുടെ സർക്കാർ എടുത്തിരിക്കുകയാണ്. വളരെ ധീരമായ തീരുമാനം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു തീരുമാനം ഒരു ഗവൺമെൻറ്റോ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്തും എടുത്തിട്ടില്ല. ഒരു 10 വർഷം മുന്നെയൊക്കെ ആരൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വകുപ്പും കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസും കൂടെ ഉണ്ട് ഇതിനെ എന്താ പറയുക, മനുഷ്യന് അത്രത്തോളം ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ട്. ആദ്യഘട്ടം അതിനെ കൂട് വെച്ച് പിടികൂടാനായിട്ട് നോക്കും, അതിനുശേഷം മയക്കുവെടി വെച്ച് പിടികൂടാനായിട്ട് നോക്കും. ഇത് നടക്കാതെ വരുമ്പോൾ വീണ്ടും ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുമ്പോൾ ഈ ഒരു ഗണത്തിൽപ്പെടുത്തി ഇതിനെ മനുഷ്യന് ഭീഷണിയാകുന്ന ഒരു മൃഗമായിട്ട് മുദ്രകുത്തി അതിനെ കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും സന്തോഷം, ഏതായാലും വളരെ സന്തോഷം വനമന്ത്രി എടുത്ത ആ ഒരു തീരുമാനം. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി അതിൻ്റെ അത് പ്രത്യേകം എന്താ പറയുക താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജനവികാരം മാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ ധീരമായ ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഇതുവരെ ആരും എടുക്കാത്തൊരു തീരുമാനം ആയതുകൊണ്ട് അത് വളരെ ധീരമായ തീരുമാനം തന്നെയാണ്. വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് നടപ്പാകും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അങ്ങനെ ആ പാവം പിടിച്ച ആ ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് കാണിക്കും. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും.